നല്ല നാടൻ രീതിയിൽ ഉണക്കമുളകും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് വരട്ടിയ നല്ല ബീഫ് ഫ്രൈൻ്റെ റെസിപ്പി നോക്കിയാലോ. ഈ ഒരു ബീഫ് വരട്ടിന് ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് വരട്ടാണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 വലിയ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് വലിയ ജീരകവും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാണ്ട് സിമ്മിലിട്ടിട്ട് വറുക്കാം കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഇളക്കിയപ്പോഴത്തേക്കും ഇതാ നമ്മളുടെ പൊടികളൊക്കെ നല്ല വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കിലോ ബീഫാണ് കേട്ടോ ഞാൻ ഈ ഒരു ബീഫ് വരട്ടിയിലേക്ക് എടുത്തിട്ടുള്ള നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ സവോളയാണ്. ചെറുതാണെങ്കിൽ നമുക്ക് 2 എടുക്കാം, വലുതാണെങ്കിൽ 1 മതി. അപ്പോൾ അത് കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു കൈപ്പിടി അളവിന് ചെറിയ ഉള്ളിയാണ് കേട്ടോ, അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഉലുവയും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൊടികൾ വറുത്ത് വെച്ചിട്ടുള്ള പൊടികൾ കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് തക്കാളിയാണ്. തക്കാളി കുറേ വേണ്ട കേട്ടോ, കുറച്ച് മതി. ചെറിയ തക്കാളി ആണെങ്കിൽ 1 മതി, വലുതാണെങ്കിൽ ഒരു 1/2 കഷ്ണം മതിയാകും. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഞവണ്ടി കൊടുക്കാം. നല്ല ഞെരടി എന്താ പറയുക, പൊടികളും ഉള്ളിയും എല്ലാം ആ ബീഫിലേക്ക് പിടിക്കുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊരു 4-5 വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 4 വിസിലിനാട്ടോ വേവിച്ചെടുത്തത്. ഓരോ ബീഫിനനുസരിച്ചായിരിക്കും. അപ്പം ഇവിടെ ഇതൊരു 4 വിസിലൊക്കെ ആയപ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ ഉള്ളിയൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. അപ്പം നടു കീറിയ പച്ചമുളക് ഒരു 3 കൂടി നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞ് തേങ്ങാക്കൊത്തും ഒരു കൈപ്പിടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാട്ടോ, ഭയങ്കര സ്മെല്ലുമാണ്. ആ ബീഫ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തേങ്ങാക്കൊത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇല എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. കുറേ ഇടുന്തോറും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കറിവേപ്പില ഇടുമ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ വേണ്ടത് കുറച്ച് മീറ്റ് മസാലയാണ്. മീറ്റ് മസാലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മിക്സ് ആ ഗ്രേവിയോട് കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിത് നല്ലതുപോലെ കുറുകുന്നത് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഇളക്കി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. എത്ര ഒരു ഗ്രേവി വേണോ ആ ഒരു രീതിയിൽ ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റായി, എന്താ പറയുക, തീരെ വെള്ളമല്ലാണ്ടാവണ്ട, കുറച്ച് വെള്ളത്തോടെ ഒരു ഗ്രേവിയോടെ കൂടെ വേണം കേട്ടോ. അപ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇപ്പം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ നമുക്ക് മേലെ വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താക്കാം, തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതൊന്ന് സെർവ് ചെയ്യാൻ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുള്ളൂ. അപ്പം ഗ്രേവിയൊന്നും ഇല്ലാത്ത, എന്താ പറയുക, കറിയൊന്നും ഇല്ലാത്ത നമ്മളുടെ ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റും അടിപൊളി ബീഫ് വരട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.